വാർത്തയിലേക്ക് വീണ്ടും. ബംഗളൂരു രാമേശ്വരം കഫേ സ്ഫോടന കേസിൽ 4 പേർ കസ്റ്റഡിയിലെന്ന് സൂചന. ധർവാഡ്, ഹുബ്ബള്ളി, ബംഗളൂരു സ്വദേശികളാണ് കസ്റ്റഡിയിലുള്ളത്. ആരെയും അറസ്റ്റ് ചെയ്തിട്ടില്ലെന്ന് ബംഗളൂരു സിറ്റി പോലീസ് കമ്മീഷണർ ബി ദയാനന്ദ അറിയിച്ചു. മനേഷ് മൂർത്തി വിവരങ്ങൾ നൽകാനുണ്ട്. മനേഷ്, ഈ രാമേശ്വരം കഫേ സ്ഫോടന കേസിൽ 4 പേർ ഇപ്പോൾ കസ്റ്റഡിയിലുണ്ടെന്നാണല്ലോ നമുക്ക് കിട്ടുന്ന സൂചന. ഇതിന്റെ പൂർണ്ണമായ വിവരങ്ങൾ എന്താണ്? പോലീസ് ഈ കാര്യത്തിൽ എന്തെങ്കിലും ഒരു വിവരങ്ങൾ കൈമാറാൻ തയ്യാറാകുന്നുണ്ടോ? ചെറിയ സാങ്കേതിക പ്രശ്നമുണ്ട്. മനേഷിലേക്ക് നമുക്ക് തിരികെ വരാം. മനേഷ് മൂർത്തിയാണ് വിവരങ്ങൾ നൽകാൻ നമ്മളോടൊപ്പം ഉള്ളത്. ബംഗളൂരു രാമേശ്വരം കഫേ സ്ഫോടന കേസിലാണ് 4 പേർ ഇപ്പോൾ കസ്റ്റഡിയിലായിരിക്കുന്നു എന്ന സൂചന വരുന്നത്. ധർവാഡ്, ഹുബ്ബള്ളി, ബംഗളൂരു സ്വദേശികളാണ് കസ്റ്റഡിയിലുള്ളത്. ആരെയും അറസ്റ്റ് ചെയ്തിട്ടില്ല എന്നാണ് ബംഗളൂരു സിറ്റി പോലീസ് കമ്മീഷണർ ബി ദയാനന്ദ അറിയിച്ചിരിക്കുന്നത്. കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ടെന്ന് മാത്രം. മനേഷ് മൂർത്തി വിവരങ്ങൾ നൽകും. മനേഷ്, പറഞ്ഞോളൂ. ഗോപികൃഷ്ണൻ, ഇന്നിപ്പോൾ രാവിലെ പുറത്തു വന്ന CCTV ദൃശ്യങ്ങൾ, ആ ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് അന്വേഷണവുമായി മുൻപോട്ട് പോകുന്നത്. മാത്രമല്ല, ഇയാൾ ഇവിടെ എത്തിയത്, അതായത് ഈ പ്രതി ഈ പറഞ്ഞ കഫയിൽ എത്തിയത് ബസ്സിലാണ്, BMTC ബസ്സിലാണ്. തിരിച്ചു പോയതും ബസ്സിൽ തന്നെയാണെന്നുള്ള സൂചനകളുണ്ട്. അപ്പോൾ ഈ രീതിയിലൊക്കെ പോലീസിന്റെ അന്വേഷണം വ്യാപകമായി തന്നെ നടക്കുന്നുണ്ട്. 8 സംഘങ്ങളാണ് അന്വേഷിക്കുന്നത്. അപ്പോൾ ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ 4 പേർ കസ്റ്റഡിയിൽ ഉണ്ട് എന്നുള്ളത്. ഇന്നലെ തന്നെ ഒരാളെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് എന്നുള്ള സൂചനകൾ നമുക്ക് ലഭിച്ചിരുന്നു. ഇന്നിപ്പോൾ 4 പേരെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് എന്ന സൂചനകളാണ് ലഭിക്കുന്നത്. അത് ബംഗളൂരു, അതുപോലെ ധാർവാഡ്, അതുപോലെ ഹുബ്ബള്ളി, ഈ 3 സ്ഥലങ്ങളിലുള്ള ആളുകളാണ് കസ്റ്റഡിയിൽ ഉള്ളത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എല്ലാ മേഖലകളും, അതായത് ഈ സ്ഫോടനവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും എന്തായാലും പോലീസ് കൃത്യമായി തന്നെ പരിശോധിക്കുന്നുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് 4 പേരെ ഇപ്പോൾ കസ്റ്റഡിയിൽ എടുത്തിട്ടുള്ളത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷേ ആരെയും അറസ്റ്റ് ചെയ്തിട്ടില്ല, ഇതുവരെയും ആരുടെയും അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടില്ല എന്നുള്ളതാണ് സിറ്റി പോലീസ് കമ്മീഷണർ ബി ദയാനന്ദ പറയുന്നത്. എന്തായാലും അന്വേഷണം കൃത്യമായി തന്നെ നടക്കുന്നു. വളരെ വേഗത്തിൽ തന്നെ പ്രതിയിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുമെന്നുള്ളതാണ് മുഖ്യമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും അതുപോലെ ഉപമുഖ്യമന്ത്രിയും ഒക്കെ പറയുകയും ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ 4 പേരെ ചോദ്യം ചെയ്യുന്നതിലൂടെ കൂടുതൽ വിവരങ്ങൾ ലഭിക്കുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും 4 പേരെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. 8 സംഘങ്ങളാണ് അന്വേഷണം നടത്തുന്നത്. ഇവരെ രഹസ്യ കേന്ദ്രത്തിൽ എത്തിച്ച് ചോദ്യം ചെയ്യുകയാണെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഗോപികൃഷ്ണൻ.